നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിള്ളേ, എല്ലാ ഇനം ഫ്രൂട്ട്സും വാങ്ങിച്ചോ. ഒരു കുറവും വരരുത്. പിന്നെ പച്ചക്കറികൾ അതും കുറച്ച് കൂടുതൽ എടുത്തോ. ശരി. വ്രതം ഇരിക്കുമ്പോ ശ്യാമ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ കൊടുക്കണ്ടേ? പിള്ളച്ചേട്ടാ, സത്യാമ്മേ, പിള്ളച്ചേട്ടനെ വിടല്ലേ? പച്ചക്കറി മാർക്കറ്റിലേക്കാണോ പിള്ളച്ചേട്ടൻ? അതെ. എങ്കിലേ ആ മീറ്റ് സ്റ്റാളിലും ഫിഷ് മാർക്കറ്റിലും പറ്റുമെങ്കിലും ഒന്ന് കയറിക്കോ. ചിക്കൻ, ബീഫ്, പോർക്ക്, മട്ടൻ, താറാവ് എല്ലാം ഒന്ന് എടുത്തോ. മീൻ വാങ്ങുമ്പോ കടൽ മീനിനൊപ്പം കരിമീനും പുഴമീനും ഒന്നും വാങ്ങാൻ മറക്കണ്ട. നീ എന്താ ആളെ കളിയാക്കാണോ? ഇവിടെ ദാമ്പത്യ പൂജയുടെ വ്രതം നടക്കുമ്പോഴാണോ ചിക്കനും മട്ടനും ഒക്കെ വിളമ്പുന്നത്? സത്യാമ്മയല്ലേ പറഞ്ഞത് ശ്യാമമോൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണോന്ന്? അതുകൊണ്ടാ ഞാൻ ഇപ്പൊ എന്നോട് പറഞ്ഞത് ചിക്കൻ ബിരിയാണി വേണോന്നോ. അയ്യോ, വ്രതം ഇരിക്കല്ലേ, അതൊക്കെ വേണോന്ന് ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ് താഴേക്ക് അയച്ചു തന്നെ. നീയല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അവൾക്ക് ചിക്കൻ ബിരിയാണി. വിഷ്ണു എവിടെ? വിഷ്ണു, വിഷ്ണു, വിഷ്ണു. എടി പങ്കജം, ചെറിയ കൊച്ചല്ലേ, അതിനെന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? അതെ പിള്ളച്ചേട്ടാ, അത്ര ചെറിയ കൊച്ചൊന്നുമല്ല. ആയിരുന്നേ ഇപ്പൊ ഇവിടെ ഇരിക്കില്ലായിരുന്നല്ലോ. പിന്നെ തെറ്റ് തിരുത്തി കൊടുക്കാനേ ഞാൻ കണക്ക് മോശമൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ സൂപ്പർ സീൻ മിസ്സാവും. മഹാപാപി. ശ്യാമേ, നിനക്ക് എന്ത് വേണമെന്നാ പങ്കജത്തോട് നീ പറഞ്ഞയച്ചത്? നിന്നോട് ചോദിച്ചത്. എന്താ? ഞാൻ ശരിക്കും കേട്ടില്ല. നിനക്കിപ്പൊ കഴിക്കാൻ എന്ത് വേണമെന്നാ പങ്കജത്തോട് നീ പറഞ്ഞത്? ഓ, അതാണോ ചിക്കൻ ബിരിയാണി? ഇന്നിവിടെ പാചകം ചെയ്യില്ലെന്ന് പങ്കജം പറഞ്ഞു. അതുകൊണ്ട് ഫുഡ് ഡെലിവറി ആപ്പൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഇവിടുത്തെ അടുക്കളയിലല്ലേ ചിക്കൻ വേവാതുള്ളൂ, ഹോട്ടലിൽ വേവുമല്ലോ. ഓർഡർ ചെയ്താ ഒരു 15 മിനിറ്റിൽ അതിങ്ങെത്തും. ദാമ്പത്യ പൂജയുടെ വ്രതത്തിന്റെ സമയത്ത് നിനക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ഇറങ്ങൂ വല്ലടി. വാടി, ഇങ്ങോട്ട് വാ. സത്യമേ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? എന്നെ വീട്ടിലാട്ടോ. അമ്മ എന്തേ കാണിക്കുന്നേ? വിഷ്ണു, ഇതുവരെയുള്ളതൊക്കെ ഞാൻ ക്ഷമിച്ചു. ദാമ്പത്യ പൂജയിൽ പൂജിച്ചു കൊടുത്ത ചരട് കയ്യിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞതടക്കം. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കില്ല. എന്ത്? പൂജയുടെ ഭാഗമായി വ്രതം ഇരിക്കുമ്പോ ഇവൾക്ക് മാംസാഹാരം വേണമെന്ന്. നിനക്ക് ഞാൻ തന്നെ തരാടി ചിക്കൻ ബിരിയാണി. വിഷ്ണുട്ടാ, ഇതുവരെ നമ്മൾ പ്രയത്നിച്ചതെല്ലാം വെറുതെ ആവുമല്ലോ. ശാലിനി, ഇതാണോ ശാരദാമ്മ പെൺമക്കളെ പഠിപ്പിച്ചു വിട്ടത്? എന്റെ അമ്മ ശ്യാമ അമ്മോട് പറഞ്ഞ ബിരിയാണി വേണമെന്ന് പങ്കജത്തോട് പറഞ്ഞു. അത് പിന്നെ എന്നോട് പറഞ്ഞു. ഇവിടെ പാചകം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പറ്റുമല്ലോ എന്ന്. പോരെ? അമ്മേ, ഒന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനോ? ഇതിന് മാപ്പില്ല. ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന്. പോ.
രോഹിത്തെ, കഴുത്തിന് പിടിച്ച് ഇവളീ വളപ്പിന് പുറത്താക്കിയിട്ട് ഏതെങ്കിലും ഓടയിലോ കാനയിലോ കൊണ്ടുപോയി തള്ളു. ഇവൾക്കൊക്കെ ഇണങ്ങിയ സ്ഥലം അതാ. കൊണ്ടുപോ. ഇല്ല സത്യമേ, വ്രതാതിരിക്കുമ്പോ ചിക്കൻ ബിരിയാണി വേണമെന്ന് ശ്യാമ പറഞ്ഞാണ് കുറ്റമെങ്കിൽ അതിന് ഉത്തരവാദി ഇവളല്ല. പിന്നെ എടാ, പിന്നെ ആരാണെന്ന്? ആ, ഞാനാ. എനിക്ക് വേണ്ടിയാ ശ്യാമ ബിരിയാണി വേണമെന്ന് പറഞ്ഞത്. സത്യമേക്ക് അറിയാലോ, ശാരദാമ്മയുടെ മക്കൾക്കൊന്നും നോൺ വെജ് ഇഷ്ടമല്ലെന്ന്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ശ്യാമ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണിയാണെന്ന്. ശ്യാമ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരെണ്ണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞു. വ്രതമല്ലേ, എങ്ങനെയാ കഴിക്കാന്ന് ശ്യാമ ചോദിച്ചു. അതൊന്നും സാരമില്ല, നമുക്ക് കഴിക്കാന്ന് ഞാനാ പറഞ്ഞത്. ഞാനൊരു തമാശ പറഞ്ഞതാ. ശ്യാമ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. തമാശയായിരുന്നു അല്ലേ? എന്നാ ഇതും കൂടി നീ അങ്ങ് തമാശയായിട്ട് കൂട്ടിക്കോടാ. ഇമ്മാതിരി തമാശ ഇനി ആവർത്തിച്ച ശിക്ഷ നിനക്കായിരിക്കും. ഇവൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലേടാ. സോറി സത്യമേ. ഡാ, നീ മാപ്പ് പറയേണ്ടത് എന്നോടല്ല, ദേ ഇവളോടാ. കാര്യം അറിയാതെ ഞാൻ ഈ പാവത്തിന് ഉപദ്രവിച്ചു. പറയടാ. അമ്മ, വിഷ്ണുട്ടാ, അമ്മ എന്താ ഇത്? ജോയിത്ത് എന്തിനാ ശ്യാമയോട് മാപ്പ് പറയുന്നേ? ഡാ, തെറ്റാരുടെ ഭാഗത്തു നിന്നായാലും അവര് മാപ്പ് പറയണം വിഷ്ണു. അതാ ഇവിടുത്തെ കീഴ്വഴക്കം. അതിനി ഞാനായാലും നീ ആയാലും. പറയടാ. ഞാൻ മാപ്പ് പറയാൻ സത്യമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.